ഇടുക്കി മൂലമറ്റത്ത് പായയിൽ കെട്ടി മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 6 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒരാളുടെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നതാണ്. കാപ്പ ചുമത്തപ്പെട്ട സാജൻ സാമുവലാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് ഉറപ്പിച്ചു. കേസിൽ ഓട്ടോ ഡ്രൈവറുടെയും പിതാവിന്റെയും മൊഴിയാണ് നിർണായകമായത്. ഒരാൾ വന്ന് നമ്മളെ ചായ കുടിക്കാൻ പോകുന്ന പറഞ്ഞ് നിർബന്ധിച്ച് ചായ കുടിക്കാൻ കൊണ്ടുപോകാം. അപ്പം ഇവര് സാധനങ്ങൾ കയറ്റി ഇപ്പോൾ പുറകിൽ കയറ്റാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സംശയം തോന്നി. നമ്മൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞത് കാട്ടുപന്നി ഇറച്ചിയാന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ച് കുഴപ്പമൊന്നുമില്ല, ഇതിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ കയറ്റിക്കാൻ ഞാനും കൂടാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. നമ്മളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് ചായ കുടിക്കാൻ കൊണ്ടുപോയി. നമ്മളാ ചായ കുടിക്കാൻ പോയ സമയത്താണ് ഇത് വണ്ടി കയറ്റി വെച്ചത്. അതിനുശേഷം തിരിച്ച് മൂലാറ്റം റൂട്ടിലേക്ക് ഇവർ ആവശ്യപ്പെട്ട റൂട്ടിലേക്ക് നമ്മൾ ചെന്നു. മൂലാറ്റം ടൗണായി എത്തിയപ്പോൾ അവിടെ രണ്ടുപേരും ഇറങ്ങി. അതിനുശേഷം ബാക്കിയുള്ളവരെ ഇവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇത് ഇറക്കി വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ വെട്ടത്തിൽ ഒരു മുടി പോലെ നമുക്ക് തോന്നുകയും ചെയ്തു, ചെറിയൊരു മുടി പോലെ. അപ്പോൾ അത് പന്നിയുടെ രോമമാണോ മുടിയാണോ എന്ന് നമുക്ക് വ്യക്തമായില്ല. അതിനുശേഷം നമ്മൾ നേരെ വന്നു. അപ്പോൾ ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു. നേരെ വന്ന് വണ്ടി തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ കയറിയ ഇറങ്ങിയ ആളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു കൊട്ടൻ പിക്കാസം ഉണ്ടായിരുന്നു, ഇതായിട്ട് തിരിച്ച് അവിടെ കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് പറ്റില്ല, നമുക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോരാൻ തുടങ്ങിയപ്പോൾ അവർ നിർബന്ധിച്ചു. ഇപ്പോൾ കയ്യിലിരുന്നവർ 60 രൂപ എടുത്തു കൊടുത്ത് നിങ്ങൾ വേറെ ഓട്ടോ വിളിച്ച് പൊക്കോളാൻ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ കാര്യം വീട്ടുകാരോട് ഷെയർ ചെയ്തപ്പോൾ പപ്പയാണ് പോലീസിൽ അറിയിച്ചത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴുമുള്ള ഒരു സംഭവമാണിത്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് വ്യക്തതയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. SP-യുടെയോ DYSP-യുടെയോ ഒക്കെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഇപ്പോൾ കസ്റ്റഡിയിൽ എത്ര പേരുണ്ട്, എങ്ങനെയാണ് പോലീസ് നടപടികൾ, ഇനി പോലീസ് വിശദീകരണം ഏത് സമയത്തായിരിക്കും? ശ്രീലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം SP-യോ DYSP-യോ ഇത് സംബന്ധിച്ചൊരു കൂടുതൽ വ്യക്തത, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ 7 പേരാണ് കസ്റ്റഡിയിലുള്ളത്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ മൂലമറ്റം സ്വദേശിയാണ്. മൂലമറ്റം സ്വദേശിയായുള്ള അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി 6 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പായൽ കെട്ടിയ മൃതദേഹം കൊണ്ടുവന്ന സംഭവം ഞായറാഴ്ചയാണ് പുറം ലോകം അറിയുന്നത്. ഇത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴി അത് വളരെ നിർണായകമായിട്ടുണ്ട്. കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ ഇത്തരം സംഭവത്തിൽ ഉൾപ്പെടുകയും ഇയാളെ പാലാ മേലുകാവിൽ നിന്നാണ് മൂലമറ്റത്തേക്ക് എത്തുകയും ചെയ്തത്. ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയാളെന്ന് പറയുന്ന ആൾ സാജൻ സാമുവൽ. അയാൾ നിരവധി കേസുകളിൽ പ്രതിയായ ഒരാളാണ്. കാപ്പ കേസ് ഉൾപ്പെടെ ഇയാൾക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാളുമായുള്ള നേരത്തെയുള്ള മുൻവൈരാഗ്യമാകാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലായി ഇപ്പോൾ ഉള്ളത്. അതിന് ഒരു രംഗമുണ്ടാക്കുകയായിരുന്നു. മദ്യപിച്ച ശേഷം ഒരു തർക്കമുണ്ടാക്കി അതിനുശേഷം ഈ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത പോലീസ് വരുത്തേണ്ടതുണ്ട്. കൊലപാതക കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് പോലീസ് തന്നെയാണ്. ഏതായാലും ഈ 6 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാളെ ഈ കഴിഞ്ഞ 29-ാം തീയതി മുതലാണ് പാലായിലെ മേലുകാവിൽ നിന്ന് കാണാതായിട്ടുണ്ടായിരുന്നത്. ഇത് പോലീസ് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ മൃതദേഹവുമായി ഇവർ ഓട്ടോറിക്ഷയിൽ ഈ പ്രതികൾ കയറാൻ പോവുകയും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പിന്നീട് മൂലമറ്റത്തെത്തിയ ശേഷം അവിടെ നിന്ന് സംശയം തോന്നിയ ശേഷം അവിടെ നിന്ന് മാറുകയായിരുന്നു. പന്നിയിറച്ചിയാണ് എന്ന നിലയിലാണ് പറഞ്ഞിരുന്നത് ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട്. ആദ്യം വിസമ്മതിച്ചപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ഈ മൃതദേഹം ഇതിനുള്ളിൽ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ കയറ്റി മൂലമറ്റത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറും അദ്ദേഹത്തിന്റെ പിതാവും പോലീസിന് മൊഴി നൽകുകയായിരുന്നു. കാഞ്ഞാർ SI ബൈജിപി ബാബുവിനോടാണ് ഇത്തരം വിശദാംശങ്ങൾ അവർ ആദ്യം പറയുകയും ചെയ്തത്. പിന്നീടാണ് പോലീസ് അന്വേഷണം നടത്തുകയും ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂലമറ്റത്തെ തേക്കിൻകൂപ്പിന് സമീപത്തായിരുന്നു ഈ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം, ഒരു അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം. മൃതദേഹത്തിന്റെ കൈകൾ വെട്ടിമാറ്റിയ നിലയിലൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അതിക്രൂരമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് മുൻവൈരാഗ്യവും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സംഭവമാണോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണെന്നുള്ളതിൽ വ്യക്തത കൂടുതൽ പോലീസ് ഇനി വരുത്തേണ്ടതുണ്ട്. അതൊക്കെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് പോലീസ് നമുക്ക് നൽകുന്ന ബ്രീഫിംഗിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി ആൽവിൻ.